ചേട്ടൻ എന്താ ആലോചിക്കണേ? അല്ല, എന്താ ആലോചിക്കണേന്ന് ചോദിച്ചതാ. കൊറേ നേരമായിട്ട് കണ്ണു തുറന്ന് കിടക്കണു. ഒന്നുമില്ല, വെറുതെ. ഞാൻ പറയട്ടെ, ചേട്ടനെ പറ്റി തന്നെ അല്ലേ? വീട്, അച്ഛൻ, അമ്മ, കൂട്ടുകാര്, അങ്ങനെ വേണ്ടപ്പെട്ടവർ പലരും അല്ലേ? ഞാനും ഇതൊക്കെ തന്നെ ഓർത്തിരിക്കുകയായിരുന്നു. ഒരു കൊല്ലം കഴിയുമ്പോ എനിക്കും പരോളിൽ ഇറങ്ങണം. കഴിഞ്ഞ കൊല്ലം ചേട്ടൻ പരോളിൽ പോയില്ലേ? ഇല്ല, ഇതുവരെ പരോളിൽ പോയിട്ടില്ല. 7-8 കൊല്ലത്തിനിടയ്ക്ക് ഇതുവരെ പോയിട്ടില്ലേ? ഇല്ല. അതെന്താ ചേട്ടാ? കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും എല്ലാരും കാണാമല്ലോ. പോയില്ല. സേതുമാധവനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടല്ല, എന്നാലും സാറ്റിസ്ഫാക്ടറി എന്ന് എഴുതണം. രക്ഷപ്പെട്ടു പോട്ടടോ. ഹാബിച്വൽ ക്രിമിനൽസിൽ പോലും ശിക്ഷ ഇളവ് കിട്ടിയിരിക്കുന്നു. ഇയാൾക്ക് പറയാനും ശ്രമിക്കാനും ആളില്ല. അതുകൊണ്ട് 7 കൊല്ലം കഴിഞ്ഞിട്ടും ഇളവില്ല. അവന്റെ ഹിസ്റ്ററിയും ബിഹേവിയറും നമുക്കറിയാം. അവനെ പോലൊരു പാവത്തിനെ 14 കൊല്ലം ജയിലിലിടുക എന്ന് വെച്ചാൽ കഷ്ടാണ്. ഇളവ് കിട്ടി പുറത്തു പോകാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടു പോട്ടെ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ് സാർ. മോർണിംഗ്. സാർ അന്വേഷിച്ചെന്ന് പറഞ്ഞു. അതെ, നമ്മുടെ സുകുമാരൻ നായർ ഒരാഴ്ച ലീവാ, സുഖമില്ല. ബുധനാഴ്ചയെങ്കിലും പേബിൽ എഴുതി കൊടുത്തില്ലെങ്കിൽ ശമ്പളം കിട്ടാൻ വൈകും. സേതുമാധവനാണെന്ന് എഴുതണം. ഞാൻ എഴുതാം സാർ. ഒരു പൈസയുടെ വ്യത്യാസം ഉണ്ടായ അപ്പ ബില്ല് മടക്കും ട്രഷറിക്കാര്. അല്ലെങ്കിൽ ഇവിടെ ആരെക്കൊണ്ടെങ്കിലും എഴുതിക്കായിരുന്നു. ഞാൻ എഴുതാം സാർ, നാളെ തന്നെ സബ്മിറ്റ് ചെയ്യാം. ഓഫീസ് ചെന്ന് പറഞ്ഞാൽ മതി, അക്വിറ്റൻസ് രജിസ്റ്റർ തരും. സാർ. ഇയാളുടെ നാട്ടിലെ സ്ഥിതി എങ്ങനെയാണ്? തിരിച്ചു തന്നാൽ വീണ്ടും പ്രശ്നമാവോ? അത് ഹോം ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കേണ്ട കാര്യമാണ്. നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാം. നിങ്ങളെ എസ് ഐ അന്വേഷിച്ചു. അതിന് വന്ന് കേറുന്നതിന് മുമ്പ് ചെന്ന് തോന്നണോ? ആദ്യം ഒപ്പിടട്ടെ. അറ്റൻഡൻസ് രജിസ്റ്റർ എസ് ഐയുടെ മുറിയില്ല. ഞാൻ ഒപ്പിടുന്നതിന് മുമ്പ് താനെതിനത് അവിടെ കൊണ്ട് വെച്ചേ. കോയിനാരെ മിടുക്കനാവരുത് കേട്ടോ. കാര്യം എന്നെക്കാൾ സർവീസ് ഉണ്ടായിരിക്കും തനിക്ക്. പക്ഷെ താൻ വെറും ഒരു ഹെഡ് കോൺസ്റ്റബിൾ മാത്ര. ഞാൻ ASI അതോർമ്മ വെച്ചോളൂ കേട്ടോ. നമ്മളെ നജീബിന്റെ കെട്ടോളം അമ്മയും പാപ്പിയും വന്നിട്ടുണ്ടേ. കാരണങ്ങൾക്കൊരു പഞ്ഞുമില്ലല്ലോ. എന്നാ ഒപ്പിട്ടോ. തന്നോടാ സേതുമാധവന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് അന്വേഷിച്ചോ? അതിപ്പോ അന്വേഷിക്കാനൊന്നുമില്ല. എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളാ. എന്റെ കൂടെ ഈ സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന അച്യുതൻ നായരുടെ മോന സേതുമാധവൻ. അച്യുതൻ നായർ 3 കൊല്ലം മുമ്പാ പെൻഷനായത്. സാർ അറിയില്ലോ, പോലീസുകാരൻ എന്ന് പറഞ്ഞാൽ മൂപ്പരാ പോലീസുകാരന്. കീരിക്കാടൻ ജോസിനെ നേരിട്ട് നിന്നടിച്ചിട്ടുള്ള ഒരൊറ്റ പോലീസുകാരനേ ഉള്ളൂ, അത് അച്യുതൻ നായരാ. അച്ഛനെ തല്ലുന്നത് കണ്ട് സഹിക്കാൻ പറ്റാണ്ട് ഇടപെട്ടതാണ് ആ ചെക്കൻ. ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സേതുമാധവന്റെ ഫാമിലി ഡീറ്റെയിൽസ് അല്ല എനിക്ക് അറിയേണ്ടത്. അയാൾ റിലീസ്ഡായി പുറത്തു വന്ന കീരിക്കാടൻ ജോസിന്റെ കുടുംബക്കാരും ആൾക്കാരും വല്ല പ്രശ്നം ഉണ്ടാക്കുന്ന. അത്ര ചങ്കൂറ്റൊന്നും ഇപ്പൊ കീരിക്കാടന്മാർക്കില്ല സാറേ. ജോസ് പോയതോടെ പത്തിയതാണു. പിന്നെ എന്റെ ഒരു ഒറ്റൻ ആന്റണി, അവൻ തലശ്ശേരി ഭാഗത്തെങ്ങാണ്ടായിരുന്നു. ഇപ്പൊ കണ്ണൂർ സെൻട്രൽ ജയിലില്ല. ഏതായാലും ഒന്ന് അന്വേഷിക്കേ. ഇനി ഈ സ്റ്റേഷൻ നിർത്തിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. എന്റെ നീ നിന്റെ കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ തീർത്തണം. എന്റെ കണക്ക് കേട്ടണ്ട. ഇത് നമ്മൾ തമ്മിൽ ഇടപാടാ. ചേട്ടനും അനിയനൊക്കെ വീട്ടില്. അത് പള്ളി പറഞ്ഞാ മതി. എനിക്ക് എന്റെ കാശ് പലിശയടക്കം കിട്ടിയിരിക്കണം. അത് ഞാൻ മേടിക്കും. തീരിക്കാരൻ ചാണ്ടിന്റെ മകൻ തോമസ് ആണെങ്കിൽ മേടിച്ചിരിക്കും. ഇങ്ങനെ 2 അനിയന്മാരുണ്ടായാൽ നശിക്കാൻ പിന്നൊന്നും വേണ്ട. എന്തു പറ്റി? എന്റെ അമീർ സാറേ, എനിക്ക് 2-3 അനിയന്മാരും എത്ര കിട്ടിയാലും തികയില്ല. കശാപ്പിന്റെ പെരുമാറ്റം മുഴുവൻ തണ്ണിക്ക. അവനത് പോരാ. ഇളയൊരുത്തനുണ്ട്, ജോയ്. ഒരു ഉത്തരവാദിത്വം ഇല്ല. കാള കളിച്ച് നടക്കുക. എല്ലായിടത്തും കൈയിട്ട് വാരുകയും ചെയ്യും. പിന്നെ ഒരുത്തും ജയിലിലായതുകൊണ്ട് അത്രേ ആശ്വാസം. അതിന് ജോസ് ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഉണ്ടാക്കിയിട്ട കാര്യമൊന്നും പറയണ്ട. കുടുംബത്തേക്ക് ഉണ്ടാക്കിയതിനേക്കാൾ പുറത്ത് വേറെ പലർക്കും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കുടുംബത്തേക്ക് ഉണ്ടാക്കിയതില്ലാണ്ടാവോ? ഒരു 5 കൊല്ലം കൂടി ജോസ് ജീവിച്ചിരുന്നെങ്കിൽ രാമപുരത്തിന്റെ ഒരു ഭാഗം കീരിക്കാടന്മാരുടെ കയ്യിലായനെ. ഉള്ളത് കൂടി ഇല്ലാണ്ടാക്കാനും ഈ 5 കൊല്ലം മതി. എന്ന് വെച്ചാ ഒരു കണക്കിന് ജോസ് മരിച്ചത് നന്നായി എന്നല്ല, അവൻ അത്രയേ ആയുസ് കൊടുത്തുള്ളൂ. ഞങ്ങൾക്ക് ഭാഗ്യവും ഇല്ല. പിന്നെ ഒരു കാര്യം അറിഞ്ഞോ? സേതുമാധവൻ ഉടനെ റിലീസിംഗ് ഉണ്ടാവും. എന്ന്? ഈ മാസം ഉണ്ടാവും. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിന്റെ പേരിൽ ഒരു വിഷം ഉണ്ടാക്കാണ്ടിരിക്കാൻ നല്ലത്. SI ജോൺ മാത്യുവിന് അറിയാലോ.
എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായ എല്ലൊടിച്ചോളിന്നാ പറഞ്ഞേ. ഞാൻ നമ്മൾ തമ്മിലുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞേ ഉള്ളൂ. എന്റെ അനിയനെ അവൻ കൊന്നു. ഞങ്ങൾ കുശിനും ചുണയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, ക്ഷമിച്ചതാ. അതുകൊണ്ട് കീരിക്കാടന്മാര് വാലും ചുട്ടിരിക്കാന്ന് വിചാരിച്ച് മെക്കിട്ട് കയറിയ കഷ്ണം കഷ്ണമാക്കും. വിടില്ല ഞാൻ, നിന്നെ ഞാൻ വിടില്ലടാ. സേതുട്ടാ, സ്വപ്നം കണ്ട് പേടിച്ചിട്ടുണ്ടാവും. അവനിതിടയ്ക്ക് ഉള്ളതാ. കിടക്കുന്നില്ലേ? നീ കിടന്നോ, എനിക്കൊന്നും ഉറക്കാൻ പറ്റില്ല. സേതുമാധവനെ ഉടനെ ഓഫീസിലേക്ക് കൊണ്ടുവരാൻ സൂപ്രണ്ട് പറഞ്ഞു. എന്താ? അയാളുടെ റിലീസിംഗ് ഓർഡർ എത്തിയിട്ടുണ്ട്. സേതുമാധവൻ, തന്റെ റിലീസിംഗ് ഓർഡർ വന്നു. സേതുട്ടാ, നീ എന്താണ് വന്നത്? വരണ വഴിയാണ്. ആദ്യം നിന്നെ കാണാന്ന് വെച്ചു. മറ്റാരെയും കാണാൻ ധൈര്യമില്ല. ഒന്നറിയിച്ചെങ്കിൽ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ വരില്ലടാ. അറിയിക്കാൻ ഇതൊക്കെ എന്താ? കല്യാണത്തിനൊക്കെ ഉള്ള വിരുന്ന് നോക്കാണ്. നേരത്തെ നമ്മളെ അറിയിക്കൊന്നുമില്ല. ഇന്നാ ഓർഡർ വന്ന. നിന്റെ മോനെ? ആ, മോനറിയോ ഈ മാമനെ? അച്ഛൻ പറയാറില്ലേ, അച്ഛന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ സേതു. അറിയാം. എന്താ മോന്റെ പേര്? നന്ദകുമാർ. ആ, മോൻ പോയി റേഷനും കൂട്ടാത്തിന് നല്ല മീൻ എന്തെങ്കിലും കിട്ടുമെങ്കിൽ മീനും മേടിച്ചിട്ട് വാ. അച്ഛൻ മാമനെയും കൂട്ടി വീട്ടിൽ പോവാ. എന്നാ മോനി ഓട്ടോയിൽ പോക്കോ, റോഡിൽ ഇറങ്ങാം. വാ. എത്രയായി? 14 രൂപ. ഞാൻ നിന്നെ കണ്ടിട്ട് പോണെന്ന് കരുതിയാ വന്ന. പിന്നെ ഇന്നിനെ ഞാൻ വിടൂല. കണ്ടിട്ട് 3-4 വർഷമായില്ലടാ. ജയിലിൽ വന്നാ വരണ്ടാന്ന് പറയും. കത്തയച്ചാ മറുപടി എഴുതൂല. ഈ ലോകത്തിന്റെ സുഖവും ഭംഗിയൊക്കെ അറിയണമെങ്കിൽ കുറച്ചാൾ ജയിലിൽ കിടക്കണം. ഏതായാലും എനിക്ക് സന്തോഷായി. ആദ്യം എന്നെ കാണാൻ വന്നല്ലോ നീ. റിലീസിംഗ് ഓർഡർ എത്തിയെന്നറിഞ്ഞപ്പോ ആ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നായിരുന്നു. പുറത്തിറങ്ങിയപ്പോഴാണ് ഇനി എങ്ങോട്ടെന്നുള്ള ആലോചന. എന്നെ കണ്ടാൽ മുഖം തിരിക്കാത്തവരാരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും നീ ഉണ്ടാവുമെന്ന് തോന്നി. ഞാൻ എന്നും ആലോചിക്കും നിന്നെ പറ്റി. നമ്മൾ ഈ വഴി സ്കൂളിൽ പോയതും കളിച്ചതും വളർന്നതും ഒക്കെ. ഓർമ്മയുണ്ടോ ഈ പാലം? ദേവിയെ കാത്ത് നമ്മളിവിടെ വന്നിരിക്കാറുള്ളത്. ദേവിയുടെ കാര്യം അറിഞ്ഞൂലോ അല്ലേ? അറിഞ്ഞു. കൃഷ്ണമാമയുടെ ഒരു കത്തുണ്ടായിരുന്നു. തെറ്റും മാപ്പും ഒക്കെ പറഞ്ഞ് കരഞ്ഞോണ്ടൊരു കത്ത്. വിധിയെ ആർക്കും തടുക്കാൻ പറ്റില്ല എന്നേ. ഒരു കണക്കിന് ചത്തുപോകുന്നവരാ ഭാഗ്യവാന്മാര്. അതോടെ എല്ലാം കഴിയുമല്ലോ. ദേവിയെ കൊന്നതാന്നാ പറയണേ, അവളുടെ കെട്ടിയവനും വീട്ടുകാരും കൂടി. ആളുകൾക്ക് എന്താ പറയാൻ പാടില്ലാത്ത? അല്ലെങ്കിൽ മരിച്ചു 1 കൊല്ലം കഴിഞ്ഞതിന് മുമ്പ് അയാൾ വേറെ പെണ്ണ് കിട്ടുമോ? ഒരു പെൺകുട്ടിയുണ്ട്, അതിനെപ്പോലും അയാൾ തിരിഞ്ഞു നോക്കണില്ല. കുട്ടി അയാളുടെ അല്ലെന്നാ പറയണേ. നിന്നെയായിരുന്നു അയാൾക്ക് സംശയം. കൃഷ്ണമാമ എല്ലാം എഴുതിയിരുന്നു. അതും എന്റെ തെറ്റാണ്. എല്ലാരെയും നിഷേധിച്ച് വരാൻ അവൾ തയ്യാറായതാണ്. സ്വീകരിച്ചില്ല. അന്നതാണ് നല്ലതെന്ന് തോന്നി. ഒഴിഞ്ഞു മാറി. ഇല്ലായിരുന്നെങ്കിൽ ഇന്നവൾ ജീവിച്ചിരിക്കെങ്കിലും ചെയ്തേനെ. ഇന്ന് ജാമ്യത്തിലിറങ്ങി. നിശ്ചയം കഴിഞ്ഞു. കരയരുത്. ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊണ്ടുപോകണം. ഈ നിമിഷം ഞാൻ വരാം.
എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. അത് നടക്കില്ല. ഞാൻ തയ്യാറില്ല. എനിക്കെല്ലാം നഷ്ടപ്പെടുകയാണ്. നീ എനിക്ക് നഷ്ടപ്പെടണം. മുത്തശ്ശി മരിച്ചപ്പോ ഞാൻ തറവാട്ടിൽ പോയിരുന്നു. അന്ന് അച്ഛനെയും അമ്മയും രമേശനെയും ലതയൊക്കെ കണ്ടിരുന്നു. നിന്നെ പോയി കാണാറുണ്ടോന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചു. മറുപടി ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാനൊന്നും ചോദിച്ചില്ല. തുടക്കത്തിൽ 4-5 പ്രാവശ്യം അച്ഛൻ ജയിലിൽ വന്നിരുന്നു. വന്നാ മിണ്ടാതെ അങ്ങനെ ഇരിക്കും. ചോദിച്ചാൽ എന്തെങ്കിലും പറയും. പെൻഷൻ ആയതിനു ശേഷം വന്നിട്ടില്ല. ഇടയ്ക്ക് ലത 2 വരി കുറിച്ചിടും. ലത ഇപ്പൊ നാടകത്തിൽ അഭിനയിക്കാൻ പോവാന്ന് കേട്ടു. അടുക്കളയും പാത്രങ്ങളും കിണറ്റ് വെള്ളമായിട്ടൊക്കെ നടന്ന പെണ്ണ. അതിനുശേഷം അച്ഛൻ എന്നെ വന്ന് കാണാണ്ടായത്. ഞാൻ ചോദിക്കുന്ന പേടിച്ചിട്ടാവും. പെൻഷൻ പറ്റിയപ്പോ കിട്ടിയതുകൊണ്ട് രാമപുരത്ത് വീട് വെക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ അത് പൂർത്തിയാക്കാൻ പറ്റിയോ? അതുമില്ല. തറവാട്ടിലിപ്പോ കൃഷ്ണന്മാനും അമ്മായി മാത്രമേ ഉള്ളൂ. അവിടെ വന്ന് താമസിക്കാം. കിട്ടിയ കാശ് കൊണ്ട് ലതയുടെ കല്യാണം നടത്തായിരുന്നു. പിന്നെ എന്തെങ്കിലും ഒരു പെട്ടിക്കടയോ മറ്റോ തുടങ്ങായിരുന്നു. അച്ഛനെ നിനക്കറിയില്ലേ, ആരുടെ മുമ്പിലും തലകുനിക്കില്ല. കൃഷ്ണമാമൻ എപ്പോഴും പറയും, നിന്റെ അച്ഛൻ അഭിമാനിയല്ല, ദുരഭിമാനിയാണ്. അങ്ങനെയുള്ള ഒരാള് അമ്മയുടെ തറവാട്ടി വന്നിക്കോ? മോളെ നാടകത്തിന് വിടുന്നത് അഭിമാനാണോ? എനിക്കറിയില്ല അച്ഛനിതെങ്ങനെ സഹിക്കണമെന്ന്. ഇതൊന്നും കാണണ്ടെന്നും കേൾക്കണ്ടെന്നും വെച്ച പരോള് പോലും ഞാൻ വേണ്ടെന്ന് വെച്ചത്. 8 കൊല്ലം തടവ് ശരിക്കും അനുഭവിച്ചു. ഞാൻ എന്നെ ശിക്ഷിക്കുകയായിരുന്നു. നീ വിഷമിക്കൊന്നും വേണ്ട, ഒക്കെ ശരിയാവും. ഇല്ല, പോയതൊന്നും തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാനൊരുത്തൻ മൂലം എത്ര ജീവിതങ്ങളാണ് പാളിപ്പോയത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നിന്റെ കുറ്റം കൊണ്ടല്ലല്ലോ. പിന്നെ ആരുടെയാണ് കുറ്റം? ജോസിനെ കൊന്നത് കുറ്റമല്ലേ? ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ചോരയുടെ പച്ചമണം ഇപ്പോഴും മൂക്കിന്ന് പോയിട്ടില്ല. പിന്നെ അയാളുടെ കരച്ചിലും. അയാൾക്കും ഇല്ലേ അച്ഛനും അമ്മയും ഭാര്യയും മക്കളും? ചില രാത്രിയിലെ സ്വപ്നത്തിൽ കാണായല്ലേ എന്റെ മുഖത്ത് കൈ ചൂണ്ടി പറയും, എന്റെ കുടുംബം തകർത്തു, എന്റെ കുട്ടികളെ അനാഥരാക്കി. ശരിയല്ലേ? എന്തൊക്കെ തകർത്തടാ ഞാൻ? ആരെയൊക്കെ തകർത്തു? എത്ര കുടുംബം? സേതു, എന്താ ഇത്? 5-8 കൊല്ലമായി ഉള്ളി കിടന്ന് തിങ്ങായിരുന്നു. പറഞ്ഞു വന്നപ്പോ അടക്കാൻ പറ്റിയില്ല. പോട്ടെ, സമയത്രായി. നമുക്കെന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാം. ജയിലിൽ ഞങ്ങളുടെ അത്താഴം 5 മണിക്ക് തുടങ്ങും. അംബികയെ, എന്ത് പണി അമ്മയെ കാട്ടണേ? ഒട്ടും നടക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ? എത്ര നേരമായി കിടപ്പ് കിടക്കുക. ഇത്തിരി നേരം ഞാൻ ഇവിടെ ഇരിക്കട്ടെ. ഇങ്ങനെ എന്തിനാണ് ഈശ്വര എന്നെ ഇട്ടേക്കണത്? 2 അടി നടന്ന പിന്നെ ശ്വാസം കിട്ടില്ല. നീ പൊയ്ക്കോ, ഞാനിവിടെ ഇരുന്നോളാം. രമയ്ക്കുന്ന റിഹേഴ്സൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അമ്മേ, സേതു. എന്റെ മോൻ. അമ്മേ, പതുക്കെ. എന്റെ മോനെ ഞാനൊന്ന് കാണട്ടെ. വേണ്ട, ഇവിടെ നിന്നാ മതി. എന്റെ മോനെ സേതു. അകത്തേക്കിരിക്കാം. അമ്മയ്ക്ക് തീരെ സുഖമില്ലടാ. എന്തെങ്കിലും ഒന്ന് പറയടാ അമ്മയോട്.